ബേബി ഫ്രണ്ട്ലി സദ്യയുടെ അടുത്ത റെസിപ്പിയാണ് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള അവിയൽ. അവിയൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒരുമിച്ച് വരുന്നൊരു കറിയാണ്. ബട്ട് ഇന്ന് ഞാൻ കുട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ 4 വെജിറ്റബിൾസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ: ബീൻസ്, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, പച്ചക്കായ. ബേബിക്ക് വേണ്ടി എടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം വളരെ ചെറിയ അളവിലാണ് എടുക്കുന്നത്. ബീൻസിൻ്റെ കുറച്ച് പീസ്, പിന്നെ മുരിങ്ങയ്ക്കയുടെ ഒരു ചെറിയ പീസ്, ക്യാരറ്റിൻ്റെ വളരെ ചെറിയ കഷ്ണം, പിന്നെ പച്ചക്കായയുടെ ആണെങ്കിൽ ഒരു 1/4 ഭാഗമോ അങ്ങനെ എന്തെങ്കിലും മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫിംഗർ ഫുഡ് കൊടുത്തു തുടങ്ങിയ കുഞ്ഞാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് കുഞ്ഞിന് സ്വയം പിടിക്കാൻ പറ്റുന്ന ഒരു സൈസിലായിരിക്കണം. അതായത് വളരെ ചെറിയ പീസസ് ആക്കുന്നതിന് പകരം കുഞ്ഞിന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഫിംഗർ ഫുഡ് സൈസിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് ഫിംഗർ ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 6-9 മാസം റേഞ്ചിലൊക്കെ ആണെങ്കിലും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ റെഡിനെസ് അനുസരിച്ച് ഈ വെജിറ്റബിൾസ് തന്നെ ഫിംഗർ ഫുഡ് സ്റ്റൈലിൽ കട്ട് ചെയ്ത് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്ത് തയ്യാറാക്കാം. കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഈറ്റിംഗ് സ്കിൽസിനനുസരിച്ച് ആ പീസ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. എപ്പോഴും ഫുഡ് കംപ്ലീറ്റ്ലി മാഷ്ഡായിട്ട് മാത്രം കൊടുക്കണമെന്നില്ല. കുഞ്ഞിൻ്റെ പ്രായത്തിനും അവരുടെ സ്കിൽസും അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ്, കളേഴ്സ്, ഷേപ്സ് ഒക്കെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ സദ്യ സെർവ് ചെയ്യുന്ന സമയത്തായാലും നോർമൽ മീലായാലും വെറും പ്യൂരീസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാതെ ഇതുപോലുള്ള ടെക്സ്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാഷ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഓൾവേസ് റിമെമ്പർ, കുഞ്ഞ് ഫിംഗർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന ആൾ അടുത്തിരുന്ന് സൂപ്പർവൈസ് ചെയ്യണം. കുഞ്ഞിൻ്റെ പ്രായത്തിനും ഈറ്റിംഗ് സ്കിൽസിനും അനുസരിച്ചാണ് പീസസിൻ്റെ സൈസ്, സോഫ്റ്റ്നെസ്, ടെക്സ്ചർ ഇവയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ സദ്യയിലെ ഈ കളർഫുൾ അവിയൽ കുഞ്ഞിന് ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സും വെറൈറ്റീസുമുള്ളൊരു ഡിഷായി കാണിക്കാനും കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കാനും കഴിയും. അതാണ് ഇന്നത്തെ ഫിംഗർ ഫുഡ് ടിപ്പ്. ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇത് കാണാൻ തന്നെ എത്ര കളർഫുള്ളാണെന്ന് നോക്കൂ. പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ സ്റ്റീം ചെയ്യാനാണ് വയ്ക്കുന്നത്. നേരിട്ട് വെള്ളത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ചില വെജിറ്റബിൾസ് പെട്ടെന്ന് ഓവർ കുക്കാകാം, ചിലത് അണ്ടർ കുക്കാകാം. സ്റ്റീം ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് ഈവൻലി കുക്ക് ചെയ്യാനും ഷേപ്പ് അധികം നഷ്ടപ്പെടാതെ നിലനിർത്താനും പിന്നെ അതേപോലെ കളർ, ന്യൂട്രിയൻസ് ഒക്കെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്റ്റീം ചെയ്തതിന് ശേഷം ഓരോ വെജിറ്റബിൾസും സ്പൂണ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റെഡിയാണ്. മുരിങ്ങയ്ക്ക ആണെങ്കിൽ ഹാർഡായിട്ടുള്ള പാർട്ട് കൊടുക്കാണ്ട് സോഫ്റ്റായ ഭാഗം മാത്രം നമുക്ക് ഉപയോഗിക്കാം. വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിയലിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങ, ജീരകം, കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഒരു തിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല. ഇനി സ്റ്റീംഡ് വെജിറ്റബിൾസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഈ കോക്കനട്ട് പേസ്റ്റ് കൂടി ചേർക്കാം. അപ്പോൾ ഒന്ന് ഇത് രണ്ടും കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അതിനെ കുറച്ച് കുക്ക് ചെയ്യാം. വെജിറ്റബിൾസ് നേരത്തെ തന്നെ കുക്ക്ഡ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. നോർമലി നമ്മുടെ ട്രഡീഷണൽ അവിയലിൽ കോക്കനട്ട് ഓയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്ലേവറാണ്. അതുകൊണ്ട് സ്റ്റീംഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ചാലും ആ ട്രഡീഷണൽ അവിയൽ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇത് അവിയലിനൊരു നല്ല സ്പെഷ്യൽ ഫ്ലേവർ നൽകും. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് തൈരാണ്. ചിലർ തൈര് ചേർക്കാതെ അവിയൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ തൈര് ചേർത്താണ് അവിയൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള കേർഡ് ചേർക്കുന്നുണ്ട്. ഇത് അവിയലിനൊരു ചെറിയ ടാങ്കി ഫ്ലേവർ നൽകും. എൻ്റെ വീട്ടിൽ നല്ല കട്ട തൈരാണ് ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയൂ. തൈര് ചേർത്ത ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് ഗ്രേവി പോലെയല്ല ഇത് തയ്യാറാക്കേണ്ടത്. ഇവിടെ കൺസിസ്റ്റൻസി ഒരു തിക്ക് പേസ്റ്റ് ലൈക്ക് ആണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ബേബി ഫ്രണ്ട്ലി അവിയൽ റെഡിയാണ്. ഇനി കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പ് വെജിറ്റബിൾസ് നന്നായി സോഫ്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മൃദുവായി മാഷ് ആകുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഈറ്റിംഗ് സ്കിൽസിന് അനുയോജ്യമായ ടെക്സ്ചർ ആണെന്ന് ഉറപ്പാക്കാം. ഹാർഡ് പീസസ് ഒന്നും ഉണ്ടാകരുത്. ഫിംഗർ ഫുഡായി കൊടുക്കുന്ന കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന് പിടിക്കാൻ പറ്റുന്ന സൈസിൽ സോഫ്റ്റ് പീസസ് ആയിട്ട് കൊടുക്കാം. ഫിംഗർ ഫുഡ് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതേ വെജിറ്റബിൾസ് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി ഫ്രണ്ട്ലി സദ്യയിലെ റെസിപ്പി നമ്പർ 6 അവിയൽ. ഒരുപാട് വെജിറ്റബിൾസ് ഒരുമിച്ച് ഉൾപ്പെടുത്താൻ പറ്റുന്ന നമ്മുടെ ട്രഡീഷണൽ കേരള ഫേവറേറ്റ്. ലിറ്റിൽ ടമ്മീസിന് വേണ്ടി കുറച്ച് സിമ്പിളായി തയ്യാറാക്കിയ അവിയൽ. സദ്യയ്ക്ക് മാത്രമല്ല നോർമൽ ഡേയ്സിലും കുഞ്ഞിന് ചെറിയ അളവിൽ ചോറിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെജിറ്റബിൾ ഡിഷാണ്. അതുപോലെ ഒരു ഫിംഗർ ഫുഡുമാണ്. അടുത്ത ബേബി ഫ്രണ്ട്ലി സദ്യ റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. ബൈ.